السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട പഠിതാക്കളെ, സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ഫിഖ് ക്ലാസ്സിലെ 12ാമത്തെ ക്ലാസ്സാണിത്. ഇന്ന് നിഫാസിനെ കുറിച്ചാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. നിഫാസ് എന്ന പദം നഫ്സ്, രക്തം എന്നർത്ഥത്തിനുള്ള അല്ലെങ്കിൽ ജീവൻ എന്നർത്ഥത്തിനുള്ള നഫ്സ് എന്നതിൽ നിന്ന് വന്നതാണ്. അഥവാ നഫ്സ് ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്ന, ഒരു ജീവന് ജന്മം നൽകുക എന്നതിൽ നിന്നാണ് ഇത് വന്നത്. പ്രസവശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകാറുള്ള രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുന്നത്. പ്രസവാനന്തര രക്തം എന്ന് നമുക്ക് അതിനെ വിവക്ഷിക്കാം. ഇത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നിഫാസ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. കുട്ടി പുറത്ത് വന്ന് അതിനുശേഷം തീരെ രക്തം ഉണ്ടായിട്ടില്ലെങ്കിൽ അവൾക്ക് നിഫാസ് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിഫാസിന് ഹൈലിൻ്റെ അതേ വിധി തന്നെയാണ്. ഹൈല് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെല്ലാം തന്നെയും നിഫാസ് കൊണ്ടും ഹറാമാവും. ഇതിന് ചുരുങ്ങിയ സമയം ഇത്ര എന്നുമില്ല. ചിലർക്ക് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ അതിലും കുറവോ അതിലും കൂടിയോ ഒക്കെ ഉണ്ടായി എന്ന് വരാം. ചുരുങ്ങിയത് ഇത്ര എന്ന് പരിധിയില്ല. ഹൈലിന് നമ്മൾ പറഞ്ഞിരുന്നു, ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ അത് ഹൈലായി പരിഗണിക്കൂ എന്ന്. പക്ഷേ ഇത് ഒരു തള്ളൽ, ഒരു തുപ്പൽ, ഒരു സെക്കൻഡ് എന്നൊക്കെ പല വിധത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തെ വിവക്ഷിക്കാൻ പറ്റിയ വിധത്തിലാണ് ഇമാമിയങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് ചുരുങ്ങിയത് ഇത്ര വേണം എന്നില്ല. എത്രയാണോ ഉണ്ടായത് അത് മാത്രമാണ് ഇസ്തിഹാദത്ത്. പക്ഷെ കൂടിയത്, ഏറ്റവും കൂടിയത് 60 ദിവസം എന്ന് കണക്കുണ്ട്. 60 ദിവസം, പ്രസവം മുതൽ 60 ദിവസം. ഈ 60 ദിവസം കഴിഞ്ഞിട്ടും രക്തം നിൽക്കുന്നില്ല എങ്കിൽ അതിന് നിഫാസിൻ്റെ വിധിയില്ല. അവൾ ശുദ്ധിയുള്ളവളാണ്, പക്ഷേ അവൾ 60 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ കുളിച്ച് വൃത്തിയായി നിസ്കാരം ആരംഭിക്കേണ്ടതാണ്. രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ രക്തം കഴുകി വൃത്തിയാക്കി സമയമാതിന് ശേഷം ഒലുവെടുത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. സാധാരണഗതിയിൽ 40 ദിവസമാണ് പതിവ്. 40 ദിവസമാണ് നിഫാസിൻ്റെ പതിവ്. അത് 40 ആയിക്കൊള്ളണം എന്നില്ല. പല സ്ത്രീകൾക്കും പലപ്പോഴുമായിരിക്കും. എപ്പോഴാണോ രക്തം നിൽക്കുന്നത് അപ്പോൾ ശുദ്ധിയായി എന്ന് മനസ്സിലാക്കണം. ചിലർക്ക് 15 ദിവസമാകാം, ചിലർക്ക് 20 ദിവസമാകാം, ചിലർക്ക് 28 ദിവസമാകാം. ഇതിലൊന്നും പെടാത്ത ഏത് കണക്കും ആവാം. എത്രയാണോ ഉണ്ടായത് അത്ര മാത്രമാണ് നിഫാസായി കണക്കാക്കുക എന്നർത്ഥം. ഒരിക്കൽ ഒരു ദിവസം നിഫാസ് ഉണ്ടാവുകയും പിന്നെ 2 ദിവസത്തിന് രക്തം കാണാതിരിക്കുകയും പിന്നീട് വീണ്ടും തുടരുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ 15 ദിവസത്തെ ഗ്യാപ്പ്, ഒരിക്കൽ രക്തം കണ്ട് പിന്നീട് കാണുന്നതിൻ്റെ ഇടയിൽ 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ രണ്ടാമത് കാണുന്നത് ഇസ്തിഹാദത്തായിട്ടല്ല പരിഗണിക്കുക. അത് ഹൈലിൻ്റെ നിബന്ധന ഒത്തിട്ടുണ്ടെങ്കിൽ ഹൈലായിട്ട് പരിഗണിക്കണം എന്നാണ്. അപ്പോൾ നിഫാസ് ആദ്യം എത്രയാണോ ഉണ്ടായത് അതേ കണക്കാക്കുള്ളൂ. പിന്നീടുണ്ടാകുന്നത് ഹൈലായിട്ടാണ് അതിൻ്റെ നിബന്ധന ഒത്താൽ കണക്കാക്കുക. നിബന്ധന ഒക്കാത്തത്, അതായത് ഒരു ദിവസത്തിൽ കുറയാതിരിക്കുകയും 24 മണിക്കൂർ കുറയാതിരിക്കുകയും 15 ദിവസത്തിൽ കവിയാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഹൈല് ആകാനുള്ള നിബന്ധന എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിബന്ധന ഒത്തിട്ടില്ലെങ്കിൽ അത് രോഗം കാരണമുള്ള രക്തത്തിന് തുല്യമായ ഇസ്തിഹാദത്ത് എന്ന് ഫുഖാക്കൾ പറയുന്ന ആ ബ്ലീഡിങ്ങിലാണ് ഉൾപ്പെടുക. 15 ദിവസത്തിൽ താഴെയുള്ള ഗ്യാപ്പ് ഉള്ളുവെങ്കിൽ ആദ്യം കണ്ട രക്തവും പിന്നീട് കാണുന്ന രക്തവുമൊക്കെ, ആദ്യം ഒരു ദിവസം രക്തം കണ്ടു, പിന്നെ 14ാമത്തെ ദിവസം, 15 ദിവസം തികഞ്ഞില്ല, 14ാമത്തെ ദിവസം വീണ്ടും രക്തം കണ്ടാൽ അതൊക്കെ ഇസ്തിഹാദത്തായി പരിഗണിക്കുന്നതാണ്. അങ്ങനെ 60 ദിവസം വരെക്കും ഇസ്തിഹാദത്താവാം 15 ദിവസത്തെ ഗ്യാപ്പ് ഇടയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ.
പിന്നെ നമ്മൾ ഹൈള് ഇന്നതാണെന്നും നിഫാസ് ഇന്നതാണെന്നും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. ഹൈളും നിഫാസും അല്ലാത്തതെല്ലാം ഇസ്തിഹാലത്ത് എന്നാണ് പറയാം. ഇസ്തിഹാലത്ത് ഇസ്തിഹാലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ബ്ലീഡിങ് എന്നാണ്. അപ്പോൾ അത് സാധാ ഒരു റെഗുലർ ആയിട്ടുള്ള പ്രശ്നമല്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തകരാറ് കൊണ്ടുണ്ടാകുന്ന ദമു ഫസാദ് എന്ന് ചില കിതാബുകളിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അത് കുഴപ്പത്താൽ ഉണ്ടാകുന്ന രക്തമാണ്. അപ്പോൾ അതിന് ഈ വിധി ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ വിധിയില്ല. ഹൈലുകാർക്കും നിഫാസുകാർക്കും ബാധകമായിട്ടുള്ള വിധികളൊന്നും അതിന് ബാധകമല്ല. അവളെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്നതിനോ അല്ലെങ്കിൽ നിസ്കാരത്തിനോ നോമ്പിനോ ഒന്നും ഇസ്തിഹാലത്ത് തടസ്സമല്ല. ഇസ്തിഹാലത്തുള്ളതോടുകൂടി തന്നെ അത്തരം കർമ്മങ്ങളെല്ലാം നിർവഹിക്കാവുന്നതും ചെയ്യാവുന്നതുമാണ്. പിന്നെ മനസ്സിലാക്കാനുള്ളത്, പ്രസവം പൂർത്തിയാകുന്നതിന് മുമ്പ് കാണുന്ന വിധി ഗർഭമാത്രം പൂർണ്ണമായും കാലിയായതിനു ശേഷം വരുന്നത് മാത്രമാണ് നിഫാസായി പരിഗണിക്കുക. അതായത് പ്രസവ വേദനയുള്ള സമയത്തോ അല്ലെങ്കിൽ പ്രസവിക്കുന്ന ആ കുട്ടി പുറത്തു പോരുന്ന ആ സമയത്തോ പുറത്തു പോരുന്ന രക്തം അത് നിഫാസല്ല. അത് ഹൈലിൻ്റെ ഷർത്ത് ഒത്തിട്ടുണ്ടെങ്കിൽ ഹൈലാവും, അല്ലെങ്കിൽ നിഫാസ് ഏതായാലും നിഫാസായി അതിനെ കണക്കാക്കുകയില്ല. അപ്പോൾ പ്രസവത്തോടൊപ്പം വരുന്ന രക്തവുമൊക്കെ വെറും ഇസ്തിഹാലത്തിൻ്റെ വിധിയാണ്. അതിന് നിസ്കാരത്തിനോ നോമ്പിനൊന്നും അത് ബാധിക്കുന്നതല്ല. പ്രസവം പൂർണ്ണമായി ഇപ്പം രണ്ട് ഇരട്ട കുട്ടികളാണ് ഒരു സഹോദരിയുടെ വയറ്റിലുള്ളതെങ്കിൽ ഒരു കുട്ടിയെ പ്രസവിച്ചു, മറ്റേ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ് അതിനിടയിൽ കാണുന്ന രക്തം അത് നിഫാസായി പരിഗണിക്കുകയില്ല. അത് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഹൈലായി പരിഗണിക്കും. 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല എങ്കിൽ അത് ഇസ്തിഹാലത്തായിട്ടാണ് പരിഗണിക്കുക. ഹൈലും നിഫാസുമല്ലാത്ത മറ്റു രക്തത്തിൻ്റെ വിധിയാണ് അതിനുള്ളത്. പിന്നെ അലക്ക മുലക എന്ന് പറയും. അലക്ക എന്ന് പറയും ഈ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ അത് 40 ദിവസം കഴിഞ്ഞാൽ അത് രക്തക്കട്ടയായും പിന്നീട് 40 ദിവസം കഴിയുമ്പോൾ അതൊരു മാംസക്കട്ടയായും മാറും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ രക്തക്കഷ്ണമോ മാംസക്കഷ്ണമോ ആയി മാറിക്കഴിഞ്ഞതിനെ ഒരു സ്ത്രീക്ക് ഗർഭം അലസി അതാണ് പ്രസവിച്ചതെങ്കിൽ, അതായത് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള രക്തക്കഷ്ണമോ അല്ലെങ്കിൽ മാംസക്കഷ്ണമോ ആണ് പ്രസവിച്ചതെങ്കിലും ആ പ്രസവശേഷം വരുന്ന രക്തവും നിഫാസായി പരിഗണിക്കുന്നതാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ ആയുധകാലത്തോ മറ്റൊക്കെ പിന്നെ ലൂസ് രക്തം വരുന്നതിന് പകരം ഏതെങ്കിലും കട്ടരക്തം വന്നാൽ അത് ഇതിന് ശേഷം വരുന്ന നിഫാസാണ് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതായത് ഗർഭധാരണം നടത്തി അത് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ അടിസ്ഥാന രൂപമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട രക്തക്കഷ്ണം അല്ലെങ്കിൽ മാംസക്കഷ്ണം, അതാണ് ഒരു സ്ത്രീ പ്രസവിച്ചതെങ്കിൽ പോലും ആ പ്രസവശേഷം വരുന്ന രക്തം നിഫാസായി പരിഗണിക്കും. ഇവിടെ കൃത്രിമ പ്രസവം ആണെങ്കിലും, അതായത് സിസേറിയൻ പോലുള്ള പ്രസവം ആണെങ്കിലും മറ്റു സാധാ പ്രസവമാണെങ്കിലും അതിനുശേഷം വരുന്ന രക്തമൊക്കെ ഗർഭപാത്രം കാലിയായി കഴിഞ്ഞതിന് ശേഷം പുറപ്പെടുന്ന രക്തം അത് നിഫാസായി പരിഗണിക്കുന്നതാണ്. അത് കൃത്രിമ പ്രസവമാണെങ്കിലും ഓപ്പറേഷൻ എല്ലാം ഒരുപോലെ തന്നെയാണ്. സ്വാഭാവിക പ്രസവവും കൃത്രിമ പ്രസവവും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതിനുശേഷം കാണുന്ന രക്തം അത് നിഫാസാണ് എന്നർത്ഥം. പിന്നെ ഇസ്തിഹാലത്തുകാരി നിസ്കാരം നോമ്പ് എല്ലാം അനുഷ്ഠിക്കേണ്ടതാണ്. അതിന് വളരെ നിബന്ധനകൾ ധാരാളമായി അതിനെക്കുറിച്ച് പറയാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇസ്തിഹാലത്തിൻ്റെ വിവിധമായിട്ടുള്ള രൂപങ്ങളും അതിൻ്റെ വിധികളും നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയത്.
നിഫാസ് ഒന്ന്. നിഫാസ് എന്ന് പറയുന്നത് പ്രസവാനന്തരം വരുന്ന രക്തമാണ് എന്നത് ഇത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളത്. രണ്ടാമത്തത് ചുരുങ്ങിയത് ഇത്ര എന്ന് അതിന് ഒരു മിനിമം നിബന്ധന ഇല്ല. മൂന്നാമത്തത് കൂടിയാൽ 60 ദിവസമായിരിക്കും എന്നത്. നാലാമത് ഇത് പതിവ് 40 ദിവസമായിരിക്കും എന്നത്. 5 എപ്പോഴാണോ രക്തം നിൽക്കുന്നത് അപ്പോൾ അവൾ ശുദ്ധിയായതായി കണക്കാക്കണം എന്നത്. 6 ഐലോ നിഫാസോ അല്ലാത്തതെല്ലാം ഇസ്തിഹാലത്താണ് എന്നത്. 7 പ്രസവം പൂർത്തിയാകുന്നതിന് മുമ്പ് കാണുന്നതിന് ഈ ഇസ്തിഹാലത്തിൻ്റെ വിധിയാണ് എന്നത്. അതായത് പ്രസവം പൂർത്തിയാകുന്ന ശേഷം വരുന്നതിന് നിഫാസ് ആവുകയുള്ളൂ. പ്രസവിച്ചു കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവ വേദന തുടങ്ങിയതിന് ശേഷമോ കാണുന്ന രക്തം അത് നിഫാസ് അല്ല, അത് ഇസ്തിഹാലത്താണ് എന്ന കാര്യം. എട്ടാമത്തത് അലക്കയെയോ മുതുകയെയോ രക്തകഷ്ണമോ അല്ലെങ്കിൽ മാംസകഷ്ണമോ പ്രസവിച്ചാലും അതിന് ശേഷമുള്ള രക്തം നിഫാസാണ് എന്നത്. ഒമ്പതാമത്തത് ഓപ്പറേഷൻ പോലെയുള്ള കൃത്രിമ പ്രസവമാണെങ്കിലും സ്വാഭാവിക പ്രസവമാണെങ്കിലും ഒരേ വിധി പോലെ തന്നെയാണ് എന്നതാണ് ഒമ്പതാമത്തെ കാര്യം. പത്താമത്തെ കാര്യം ഇസ്തിഹാലത്തുകാർ നിസ്കാരം, നോമ്പ് എല്ലാം അനുഷ്ഠിക്കേണ്ടതാണ് എന്നതും അതിൻ്റെ നിബന്ധനകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്നതുമാണ്. ഇങ്ങനെ 10 കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ദീനിൻ്റെ വിധി വിലക്കുകളെല്ലാം പാലിക്കുവാനും മനസ്സിലാക്കുവാനും അത് നിർവഹിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഫിഖ്ഹി നിയമങ്ങൾ നമ്മുടെ ജീവിതവുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് പഠിക്കുക എന്നത് വളരെ പ്രധാനവുമാണ്. സംശയമുണ്ടെങ്കിൽ അത് ഭർത്താക്കന്മാരോട് ഒക്കെ ബന്ധപ്പെട്ട് വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.